ട്രിവാൻഡ്രം കമ്പനി, എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും കാലുവാരലുകളൊക്കെ കഴിഞ്ഞ് ഒരു വിധത്തിൽ റിലീസായി. പിന്നെ എല്ലാവരും ചെയ്യുന്ന പഴയതുപോലെയായി. കാരണം ഈ നഗരത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എല്ലാവരും എന്തിനു വേണ്ടിയൊരു ഓട്ടത്തിലാണ്. ഇവരെ പോലെ അഭിനയമോഹിയായിരുന്ന പ്രവീൺ ഇപ്പോൾ അതെല്ലാം വിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സെയിൽസ്മാനായി. ഗേറ്റിൻ്റെ എൻട്രൻസ് എഴുതാൻ ഡൽഹിയിൽ പോയ ശരത്ത് തിരിച്ച് നാട്ടിലെത്തി. എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടായിരുന്ന കൃഷ്ണാന്ത് ഇപ്പോൾ ചേട്ടൻ്റെ കൊച്ചിൻ്റെ കൂടെ ഡോറാബുജി കണ്ട് ബെസ്റ്റ് മാമൻ ഓഫ് ദ ഇയർ വാങ്ങാനുള്ള പുറപ്പാടിലാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരംഗത്തിനും കൂടെ വാല്യൂ ഉണ്ടെന്ന് കണ്ട അരവിന്ദ് MBA പ്രിപ്പറേഷൻ തുടങ്ങി. അടിപൊളി. വളരെ മെക്കാനിക്കലായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ലൈഫിൽ വീണ്ടും ഒരു മാറ്റം. എന്താണെന്നല്ലേ നിങ്ങൾ കാണാൻ. ബോംബ് ഭീഷണിയെ തുടർന്ന് KP പോലീസ് ഒരു മൂക്കും മൂലയും അരിച്ചു പറക്കി. മുക്കും മൂലയും അരിച്ചു പറക്കി. ആടേ പറ. അവൻ ജോലി വിട്ടാ? You're actually stopping me from becoming great. ഏത് ഷോർട്ട് ഫിലിം അഭിനയിച്ചെന്നാണ് നീ പറഞ്ഞ? ചാൻസ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളോട് അഭിനയിച്ച എല്ലാരും എന്താ അത് തന്നെ അതെ. ശരി കണ്ടിട്ട് സെറ്റായെന്ന് തോന്നുന്നല്ലേ? ഓ 2 എണ്ണം ബാംഗ്ലൂരിൽ വന്നിട്ട് ഒരു ഹെഡ്സെറ്റെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാ പറഞ്ഞിട്ടുണ്ട് വരും. വരണം. ഒരു വിഷാദം. നാദരെ കണ്ട എവിടെ വെച്ച്? KFCയിൽ. നന്നായി. അവൾക്കൊരു മാറ്റവും ഇല്ലളിയ. പണ്ട് എന്നെ ഇരുത്തി വലിപ്പിച്ചോണ്ടിരുന്ന അതേ റെസ്റ്റോറൻറ്റിൽ ഇരുത്തി വേറൊരുത്തനെ വലിപ്പിക്കായിരുന്നു. അതേ തീറ്റ, അതേ ഓർഡർ. അന്ന് സുമുഖനും സുന്ദരനുമായ ഞാനാണെങ്കിൽ ഇന്ന് വേറെ ഏതൊരു കാവറക്കി. ഓ നീ ജോലി വിട്ടിട്ട് വന്നെന്തിന്? ബുദ്ധി ഉപയോഗിക്കാതെ ചെയ്യുന്ന എല്ലാ ജോലിക്കും ഒറ്റ പേരേ ഉള്ളൂ: സ്ലേവറി, അടിമത്വം. യൂസ് യുവർ ബ്ലഡി ബ്രെയിൻ ബേബ്. അല്ല, അതിന്റെ ഉദ്ദേശം തോന്നുന്നു. A business plan. നീ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ ഷോർട്ട് ഫിലിം കഥ പറയാനായിരിക്കും. We are artists, മച്ചാ. The process of doing anything in its finest way can be called as an art. Satisfying someone like never before with your greatest of ideas can be called as an artistic brilliance. We can become the biggest artist the world has ever seen. Guys, if I stop this job, it's like Picasso stops painting. So, are you ready to become the biggest businessman in the world? സത്യം പറ, നീ ഏത് സാധനം അടിച്ചത്? ഇവന്റെ വിറയിൽ കണ്ടിട്ട് TIC-20 ആണെന്നാണ് തോന്നുന്നത്. സ്റ്റഡി ഹാർഡ് സോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് എ ഗുഡ് കമ്പനി ടു വർക്ക് ഫോർ എന്ന് പറയുന്ന സമൂഹത്തെ നമ്മൾ മാറ്റി ചിന്തിപ്പിക്കണം. സ്റ്റഡി ഹാർഡ് സോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് എ ഗുഡ് കമ്പനി ടു ബൈ ഫോർ എന്ന് പറയണം. എങ്ങനെ നന്നായ ഒരു റെസ്യൂമേ ഉണ്ടാക്കാന്നല്ല, എങ്ങനെ നന്നായ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ആദ്യം പഠിക്കണം. ഇവന്റെ കൂടെ എന്നെ ഒറ്റയ്ക്ക് വിട്ട് പോയാലും എവിടെ പോയാലും ഞാനും ഒരിക്കലും ഇല്ല. നമ്മളൊരു ഓട്ടമാണ് ഇനി ഇങ്ങോട്ട്. കാലുകൾ തളരുമ്പോൾ മനസ്സ് കൊണ്ടുപോകണം. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം: delete the thing that comes to your mind first. മനുഷ്യന്റെ അലസതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. The art of business, in bracket laziness, is the biggest market in business. ഈസി ആയിട്ട് നടത്തി തരുന്ന എന്ത് കാര്യത്തിനും ഡിമാൻഡ് ഉണ്ടാവും. അതിപ്പോൾ മെഷീനായാലും നമ്മളെ പോലെ മനുഷ്യനായാലും. സായിപ്പ് വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചപ്പോൾ അലക്കാൻ മടി പിടിച്ചിരുന്ന വീട്ടിലെ അമ്മമാർക്കൊക്കെ കാര്യങ്ങൾ എളുപ്പമായി. E-commerce, ടെലി ഷോപ്പിംഗ് എല്ലാം ഇത് തന്നെയാണ്. അതാണ്, അത്രേ ഉള്ളൂ. എന്തിന് ഇപ്പൊ പൊറോട്ട വരെ റെഡിമെയ്ഡായി. അത് മാത്രമോ, ഇപ്പൊ ഫ്രഷ് ബാസ്ക്കറ്റ് എന്നും പറഞ്ഞ് വീട്ടിൽ പച്ചക്കറികൾ വരെ കൊണ്ടുകൊടുക്കുന്ന പരിപാടി തുടങ്ങി. പിന്നെ മടി പിടിക്കാതിരിക്കുവോ? സ്വന്തം ചട്ടി പോലും കഴുകാത്തവനാ ഡയലോഗ് അടിക്കുന്നത്. അല്ല, നിന്റെ ബിസിനസ് പ്ലാൻ എന്താ? ഫുഡ് ഡെലിവറി യൂസിങ് ഡ്രോൺ. ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണ്. കുറെ മണ്ടൻ ഐഡിയാസ് ആയിട്ട് വന്നോളൂ. Your dream is always a stupid idea for someone else. നിന്റെ സ്വപ്നങ്ങൾ നിന്റെ മാത്രം സ്വപ്നമാണ്. I can't afford it എന്ന ചിന്തയിൽ നിന്നും how can I afford it എന്ന ചിന്ത, അതാണ് ബിസിനസ്.
അങ്ങനെ കൊടുത്താൽ തന്നെ ഇതിപ്പോൾ നഷ്ടമല്ലേ? ഇപ്പോൾ ഡെലിവറി പൈസ ഒക്കെ ഉള്ളപ്പോൾ. എൻ്റെ പൊന്നളിയാ, ഈ മനുഷ്യൻ ചെയ്യുന്ന ജോലി മെഷീൻ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പം. പിന്നെ ഇതൊക്കെ ഒരു ഫോർ എവർ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഇത് വില നടക്കൂ. എന്നാ പിടിച്ചോ ബ്രോഷർ. ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് കമ്പഷൻ എഞ്ചിൻസ് വെച്ച് പറക്കുന്ന ഡ്രോൺസ് ഇറങ്ങിയിട്ടുണ്ട്. വാ ബാൽക്കണി പോവാ. വാ. 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പറക്കും. 100 km/h. 5 കിലോയോളം വെയിറ്റ് താങ്ങാൻ പറ്റും ഇതിന്. 5 കിലോ മതിയാവും. 5 കിലോ മതി. നമ്മുടെ സാധനം അപ്പുറത്തോണ്ട് കൊടുക്കാൻ പിന്നെ എത്ര കിലോ വേണം? നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇത് സാധനം എത്തിക്കും. തിരുവനന്തപുരത്തുള്ള എല്ലാ ഹോട്ടലുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യും. നമ്മളൊരു 10 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇപ്പോൾ 10 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം എന്ന് വെച്ചാൽ ഒരാൾ 2 എണ്ണം വെച്ച് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. നമുക്ക് നമ്മുടെ ഓഫീസിൽ ഇരുന്ന് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെയുള്ള കേരളത്തിലെ ആദ്യത്തെ ഡ്രോണും പിന്നെ നമ്മുടെ സ്വപ്നവും ഇതുപോലെ പറന്നു പറന്നു പോകും. ഇതിനിപ്പോൾ എത്ര രൂപയാവും? അതിപ്പോൾ ഒരെണ്ണത്തിന് 1399 ജർമ്മൻ യൂറോ വെച്ച് 10 എണ്ണത്തിന് 11,920,000 രൂപ. ബ്രോഷറോട് വെച്ചെന്ന് പറഞ്ഞാൽ ലാഭമല്ലേ അല്ലേ? മറ്റുള്ളവരുടെ ആവശ്യമാണ് നമ്മുടെ കയ്യിൽ വരുന്ന പൈസ എന്ന് വെച്ച് ആവശ്യം പറഞ്ഞ് സാധനം എത്തിച്ചു കൊടുക്കുന്നതാണോ ബിസിനസ്? ഒബ്വിയസ്ലി നോട്ട്. നീ എന്തിനാ ഈ സീനിൽ ഡയലോഗ് അടിക്കണേ? സ്ക്രിപ്റ്റ് ആണെന്ന് തുടങ്ങിയപ്പോൾ നീയല്ലേ പറഞ്ഞു എൻ്റെ സീനാണെന്ന്, വിത്ത് പഞ്ച് ഡയലോഗ്. അളിയാതെ അങ്ങനെയാണ്. പക്ഷേ ഞങ്ങൾ എല്ലാവരും നിന്നോട് ക്ലൈമാക്സിൽ മാപ്പ് പറയുന്ന ഒരു രംഗമുണ്ട്. നിന്നോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും കൂടെ. ഇതിനാണ് നീ കഴിഞ്ഞ ഷോർട്ട് ഫിലിമിൽ പറഞ്ഞത്. എന്റെ പൊന്നളി, ഇതിപ്പോ അങ്ങനെയല്ല. ഞാൻ വന്നിരിക്കുന്ന ഒരു കിടിലൻ ബിസിനസ് ഐഡിയ ആയിട്ടാണ്. ഒരു സൂപ്പർ ഐഡിയ. എന്ന് വെച്ചാ ചാക്കാലകളും മറ്റും നടത്തി കൊടുക്കുന്ന സ്ഥാപനം. സൂപ്പർ. എന്റെ പൊന്നളിയ, കഴിഞ്ഞ ആഴ്ച ആ രാഘവമാവന്റെ മരണത്തിന് എത്ര പേരുണ്ടായിരുന്നു? പണ്ടൊക്കെ സഞ്ചയനം കഴിയുന്നവരെ സഹായത്തിനും മറ്റേനും ബന്ധുക്കളെല്ലാവരും ഉണ്ടാവും. ഇന്നാർക്കും സമയമില്ല. വൈകുന്നേരം ആയപ്പോൾ ഭാര്യ മോളും മാത്രം. ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പൈസ അത്രേ ഉള്ളൂ. നെഗറ്റീവാണ്. എന്ത് നെഗറ്റീവ് ഇവിടെ? ഇതിപ്പോൾ നടക്കാൻ നേരത്തെ ഒരു കരിമ്പൂച്ച കുറുക്കേ ചാടിയ നമ്മൾ മലയാളികൾ പറയും അത് ദുശകനമാണെന്ന്. പക്ഷേ ഒരു ജപ്പാൻകാരൻ എന്ത് പറയും? ആ പൂച്ച എൻ്റെ വഴിക്ക് പോട്ടെന്ന്. അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കാര്യം പൈസ ചിലവാക്കോടെ? എളുപ്പത്തിൽ നടക്കുമെങ്കിൽ പൈസ ചിലവാക്കാൻ ഏതെങ്കിലും തെണ്ടി കാണോടാ? ഒരാളുടെ ആഡംബരം കുറച്ച് കഴിഞ്ഞ് 10 പേരുടെ അത്യാവശ്യമായിട്ട് മാറും. അത്രേ ഉള്ളൂ. പ്രവീണിൻ്റെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലങ്ങ് ഉറച്ചെന്നു. ഇല്ല, ഇതും ചീറ്റിപ്പോയി. ഇത്രയും നേരം നിങ്ങൾ എൻ്റെ ബിസിനസ് പ്ലാനല്ലേ കണ്ടോളൂ. അവന്മാരെ കണ്ടില്ലല്ലോ. അതും കൂടെ കാണാം. ഒരു കോഴി ഫാം തുടങ്ങിയാലോ? നമ്മൾ കോഴിക്കട തുടങ്ങിയ കോഴി കട തുടങ്ങിയെന്നേ പറയുള്ളൂ. തന്നെ വരുന്നില്ലല്ലോ പോകാന്. ചാർക്കോൾ പേസ്റ്റ് തുടങ്ങിയാലോ? അതിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാം. സായിപ്പന്മാരൊക്കെ യൂസ് ചെയ്യും. പൂങ്കരിയല്ലേ? വേണ്ട. ആ ശരത്ത് അവിടെ അവൻ്റെ കുറേ മണ്ടൻ ഐഡിയാസ് ഉണ്ടാവും. ഒരു ഇന്റർനെറ്റ് കഫേ തുടങ്ങിയാലോ? ജിയോ ഉള്ളപ്പോഴാ എഴുതി പോടേ അവിടെ വേണ്ട പോ. കാതൽ അണുക്കൽ ഉടമ്പിൽ എത്തനെ നമുക്ക് ഈ മ്യൂസിക്കിന്റെ പരിപാടികളൊന്നും നോക്കിയാലാളിയാ. മൂഞ്ചി കിടക്കണം അവിടെ. എന്താളിയാ, ഞാൻ ഈ ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. തേങ്ങ എഴുതി പടാറുന്നു. പെൺപിള്ളേർക്ക് മാത്രമുള്ള ഒരു ജിം നല്ലൊരു ഐഡിയ ആണ്. എങ്ങനെയുണ്ട് വെച്ചോളൂ. ഹലോ, ആരാണ്? അശ്വിനാ? ആ പറടാ. എന്താ? ആ ശരി. ഓ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലേ? വേണ്ട. ഒരു 5 സാറുമാരും 10 പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ് ക്ലാസ് തുടങ്ങായിരുന്നു. അല്പം നമുക്ക് തന്നെ സാറുമാരാവല്ലോ. ഒരുത്തരം ഇല്ലേടേ. ക്ലാസ്സും കെട്ടടിച്ച് +2 മൂഞ്ചി എൻട്രൻസിൻ്റെ പൈസയും മുക്കി വീട്ടുകാരെയും മൂഞ്ചിപ്പിച്ച് മൈസൂർ BBM ഓടിക്കുമ്പോൾ ഫസ്റ്റ് ടൈം തന്നെ സസ്പെൻഷനും വാങ്ങിച്ച് കൂട്ടത്തല്ലും സപ്ലിക്ക് മേലെ സപ്ലിയും
വീട്ടിലുണ്ടായിരുന്ന വിലയും പോയി, അവസാനം ലാസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്ന പ്രേമവും പൊട്ടി വിഷാദനായിട്ട് വീട്ടിൽ വന്നിട്ട് പിടിച്ച ഷോർട്ട് ഫിലിം സമയത്തിന് റിലീസാകാതെ ചാൻസ് ചോദിച്ചു പോയ ഡയറക്ടർമാരുടെ വായിന്ന് പച്ച തെറിയും കേട്ട് അവസാനം എങ്ങനെയും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് MBA ഉണ്ടാക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയിട്ട് അവിടെയും മര്യാദയ്ക്ക് നടക്കാതെ സപ്ലി അടിച്ച് അവസാനം ജോലിയില്ല സിനിമയില്ല എന്ന് വിചാരിച്ച് കുറേ കാലം തെണ്ടി തിരിഞ്ഞ് നടന്ന് ഒരു ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തു വെച്ച് സിനിമ എടുക്കാമെന്ന് വിചാരിച്ച് ദൈവം സഹായിച്ച് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് എങ്ങനെയോ കൂറയാണെങ്കിലും ഒരു കമ്പനി കയറിയിട്ട് അവിടെയും മര്യാദയ്ക്ക് നടക്കാതെ HR മാനേജറിനെ തള്ളക്കി വിളിച്ച് അവരും അടിച്ച് വെളിയിൽ കളഞ്ഞ്. ഡേയ് അപ്പം നിന്റെ ജോലി ഒന്ന് പറഞ്ഞു വിട്ടാണല്ലേ ഡേ? സംഭവം നീ കാണിച്ച തേപ്പാണെങ്കിലും കൂട്ടത്തിൽ ഒരുത്തർ രക്ഷപ്പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സമാധാനമായി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിസയർ എന്താണെന്നറിയോ? സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡിസയർ, ദ ഡിസയർ ഫോർ ഫുഡ് ആൻഡ് ദ ഡിസയർ ഫോർ പാഷൻ. നമുക്ക് വേണ്ട ആഹാരം നമുക്കിഷ്ടപ്പെട്ട ജോലിയിൽ നിന്ന് കിട്ടുകയാണ്, അത് തന്നെയല്ലേ സന്തോഷം. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഐഡിയ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലയബിലിറ്റി എന്ന്. നമുക്ക് പറ്റിയത് അത് തന്നെയാണ്. നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ലേ അത്. എന്താണ് പരിപാടി? ഒന്നും പറയാനില്ലേ? നമ്മൾ പറഞ്ഞ പോലെ ഇതുവരെ ആർക്കും തോന്നാത്ത ഐഡിയ, ചെറിയ സമയം കൊണ്ട് ഒരുപാട് പൈസ, ഇതൊന്നും അങ്ങനെ പ്രാക്ടിക്കൽ അല്ലളിയാ. എല്ലാവർക്കും ലോകം മാറ്റണം, മറ്റുള്ളവരെ മാറ്റണം. പക്ഷേ ഏറ്റവും എളുപ്പം നമ്മൾ സ്വയം മാറുന്നതല്ലേ. സിനിമയെന്നും പറഞ്ഞ കുറേ കാലം ഇവൻ നടന്നു, ഉള്ള ജോലിയും കളഞ്ഞിട്ട്. വേറെ ആർക്കും നല്ലൊരു ജോലിയില്ല. പിന്നെ MBA കഴിഞ്ഞ് നീ ആണെങ്കിൽ ഇങ്ങനെ. പിന്നെ ഗൾഫിൽ പോകാൻ പ്ലാൻ ചെയ്ത നീ ഇപ്പോൾ എന്തായി? കൃഷ്ണാന്ത നീ ആണെങ്കിൽ 2 വർഷമായിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു. വലിയ സുഖമുള്ള ഏർപ്പാടല്ലളിയായത്. കൂടുതൽ സംസാരിച്ച ക്യാമറയ്ക്ക് പോലും സഹിക്കാത്ത കുറേ സെൻറ്റ് ഇടയിലും എൻ്റെ വായിന്ന് വരും. ഓട്ടാടാ രവീന്ദേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓട്ടേടാ. ഡേ മഴയല്ലേ, എങ്കിൽ പുര പിടിക്കാം. ഡേയ് നില്ല്. എന്തായാലും ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് നിന്നു, കുറച്ച് കാലം കൂടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നിൻ്റെ വീട്ടിലെ കലിപ്പൊക്കെ എനിക്കറിയാം, എൻ്റെ വീട്ടിലും വലിയ സുഖമുള്ള കാര്യമല്ല. ഞാൻ ഇത്രയും കാലം ജോലിക്ക് പോകാതെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കുറച്ച് കാലം കൂടെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാം. നാളെ ഒരു കാലത്ത് നഷ്ടപ്പെടുന്ന പേടി നമ്മൾ എന്തിനാളെ ഇഷ്ടമില്ലാത്തൊരു ജോലിക്ക് പോകുന്നത്? നീ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത്? നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് നമുക്ക് കൊടുക്കാം. പലപ്പോഴും നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. മനുഷ്യന്മാരുടെ ജീവിതം എപ്പോഴും നിയന്ത്രിക്കുന്നത് 2 കാര്യങ്ങളാണ്: ഭയവും അത്യാഗ്രഹവും. പൈസ ഇല്ലാതെ ജീവിക്കേണ്ടി വരുമോ എന്ന ഭയവും, ആ പൈസ കൊണ്ട് ഭാവിയിൽ വാങ്ങാൻ പറ്റുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടേക്കാം എന്ന അത്യാഗ്രഹവും. സ്വപ്നങ്ങളില്ലാത്ത ഒരാൾക്ക് സുഖമായി ഉറങ്ങാൻ പറ്റും, സന്തോഷം കിട്ടുമോ? പക്ഷേ പ്രവീൺ പറഞ്ഞ പോലെ പൈസ ഇല്ലാതെ ജീവിക്കേണ്ടി വരുമെന്ന പേടി ചിലപ്പോൾ എനിക്കും എവിടെയെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാവാം ഞാൻ ചിലപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ മറന്നുപോയത്. പക്ഷേ ഇവരെൻ്റെ കൂടെയുള്ളിടത്തോളം കാലം ഞാനത് ഓർക്കും, ഇല്ലെങ്കിൽ ഇവരെന്നത് ഓർമ്മിപ്പിക്കും. മോൾക്ക് ഫ്യൂച്ചറിൽ എന്താവാനാണ് ആഗ്രഹം? ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ 100% കുട്ടികളും പറഞ്ഞത് അവർക്ക് എന്താവണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹങ്ങളാണ്. സത്യസന്ധമായ, ഡൈല്യൂട്ട് ചെയ്യാത്ത ആഗ്രഹങ്ങൾ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്, ദ ഫ്രീഡം ടു തിങ്ക്. ഞാൻ എന്താണെന്ന് സ്വയം ചിന്തിക്കാനുള്ള, തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം.
ആ സ്വാതന്ത്ര്യം എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഡോണ്ട് സ്റ്റോപ്പ് ദം ഫ്രം ബിക്കമിങ് ഗ്രേറ്റ്. ഒരുപക്ഷെ സ്വപ്നങ്ങളില്ലാതാവുമ്പോൾ നമ്മളല്ലാതെ ആവുകയാണ്. വെറും മെക്കാനിക്കൽ അല്ലാതെ ചിന്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യവും ഭാവിയിൽ എന്താണെന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസരവും അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രിവാൻഡ്രം കമ്പനിയുടെ കണ്ണിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും കാണുന്നവരെ